കുറച്ച് കഥകളുള്ള ഒരു പാട്ടാണ്. പക്ഷെ മുഴുവൻ കഥയും പറയാൻ സമയമില്ല, എങ്കിലും ഞാൻ പറയാം. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ആകാശവാണിയിലെ കൂടെ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനോട് അടുത്ത സിനിമയിൽ താൻ അല്ലെങ്കിൽ രവിയാണ് എൻ്റെ അടുത്ത സിനിമയിൽ സംഗീതം ചെയ്യുന്നത് എന്ന് പത്മരാജൻ സാർ പറയുന്നു. അദ്ദേഹം വളരെ സാധുവായൊരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ് അങ്ങനെ തള്ളിക്കയറാനൊന്നും പോകുന്നയാളല്ല. അങ്ങനെ അദ്ദേഹത്തെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി തീരുമാനിക്കുന്നു. സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയായ ONV കുറുപ്പ് സാറിനോട് പാട്ടെഴുതാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആരാണ് പാട്ടെഴുതുന്നത് സാറ് ചോദിച്ചിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ സാർ ആയതുകൊണ്ട് പുതിയ ആളാണല്ലോ എന്നൊരു ഇതുണ്ട് സാറിനുണ്ടെങ്കിലും സാറ് പത്മരാജൻ സാറിൻ്റെ സിനിമയായതുകൊണ്ട് പാട്ടെഴുതി കൊടുക്കുന്നു. പക്ഷേ തൃശ്ശൂർ പശ്ചാത്തലത്തിലുള്ള അന്നത്തെ നഗരത്തിൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ തൃശ്ശൂരിനെ ഒന്ന് വേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്ന തരത്തിലായില്ല എന്നൊരു പൊതുവായ അഭിപ്രായം വന്നതിനെ തുടർന്ന് ആ പാട്ടൊന്ന് മാറ്റി എഴുതണം എന്ന് പത്മരാജൻ സാറ് ഗുരുവായ ONV സാറിനോട് പറയുന്നു. സാറ് അത് സമ്മതിക്കുന്നില്ല. സാറത് പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ അല്പം അകലുന്നു. അങ്ങനെ അകന്നതിന് ശേഷം ആ പാട്ട് ഒഴിവാക്കുന്നു. അതിൽ ആ പാട്ട് അല്ലെ അതിൽ 2 പാട്ടാണ് ഉണ്ടായിരുന്നത്. ആ പാട്ട് എഴുതാൻ ആരെ വിളിക്കുമെന്ന് ആലോചിക്കുന്നു. അന്ന് എഴുതി തുടങ്ങിയ ആളാണ് അന്ന് കൈതപ്രം തിരുമേനി. അദ്ദേഹത്തെ വിളിക്കാൻ ആദ്യം തീരുമാനിക്കുന്നു. പക്ഷേ ONV സാറ് മാറ്റി, അല്ലെ ONV സാറിനെ ഉപേക്ഷിച്ച ഒരു പ്ലേസിലേക്ക് മറ്റതേ തലപ്പൊക്കമുള്ള ഒരാൾ വരണം എന്ന് ഉള്ള ഒരു പൊതുചിന്തയിൽ നിന്ന് അത് ശ്രീകുമാരൻ തമ്പി ആകട്ടെ എന്ന് തീരുമാനിക്കുന്നു. ശ്രീകുമാരൻ തമ്പി സാറ് നിങ്ങൾക്കറിയാമെന്നറിയില്ല, പത്മരാജൻ സാറിൻ്റെ, അതായത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത ഗ്രാമമായ ഹരിപ്പാട്ടുകാരനാണ്. അവർ തമ്മിൽ ഈ മച്ചുനന്മാരുമാണ്, വളരെ അടുത്ത ബന്ധുക്കളാണ്. പക്ഷേ പത്മരാജൻ സാറിൻ്റെ ഒരു സിനിമയിലും, അല്ലെ അദ്ദേഹം പത്മരാജൻ സാർ പങ്കെടുത്തിട്ടുള്ള ഒരു സിനിമയിലും ശ്രീകുമാരൻ തമ്പി സാറിനെ അതുവരെ പാട്ടെഴുതാൻ വിളിച്ചിട്ടില്ല. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ പത്മരാജൻ സാറ് പറയുന്നു, എനിക്ക് തമ്പിയെ വിളിക്കാൻ വയ്യ, താൻ വിളിക്കൂ എന്നതിൻ്റെ നിർമ്മാതാവായ ഗാന്ധിമതി ബാലൻ അദ്ദേഹത്തോട്, ബാലൻ ചേട്ടനോട് പറയുന്നു. അതനുസരിച്ച് ബാലൻ ചേട്ടൻ തമ്പി സാറിനെ വിളിക്കുന്നു. തമ്പി സാർ ഫോൺ എടുത്തു. ആദ്യം ഈ വിവരമൊന്നും പറഞ്ഞില്ല. ഒരു സിനിമയ്ക്ക് പാട്ടെഴുതണം, അടുത്ത സിനിമയ്ക്ക് പാട്ടെഴുതണം എന്ന് പറയുന്നു. അതിനെന്താ, ഞാൻ എഴുതാമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പരിങ്ങി അദ്ദേഹം പറയുന്നു, പത്മരാജൻ്റെ സിനിമയാണ് എന്ന് പറയുന്നു. ഓ, രാജൻ്റെ സിനിമയോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പാട്ടെഴുതാനിരിക്കുന്നത് ആരുടെ സിനിമയ്ക്കും പാട്ടെഴുതാനാണ്. അതുകൊണ്ട് അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം ചില അന്നത്തെ അത്ര പ്രശസ്തരല്ലാത്ത ഗാനരചയിതാക്കളെ വരെ പത്മരാജൻ സാറ് വിളിച്ചിട്ടും എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം പങ്കുവെച്ചു. എന്നിട്ടും എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഫോൺ പത്മരാജൻ സാറിൻ്റെ കൈ കൊടുക്കുന്നു. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തമ്പി സാറ് ചോദിക്കുന്നു, എന്തിനാണ് ഇയാൾ എന്നെ വിളിച്ചത്? അപ്പോൾ പത്മരാജൻ സാറ് വളരെ ബുദ്ധിപരമായി അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ഒരു സംവിധായകന് മാത്രമേ മറ്റൊരു സംവിധായകൻ്റെ മനസ്സ് കാണാൻ കഴിയൂ എന്ന് പറയുന്നു. തമ്പി സാർ അതിൽ വീഴുന്നു. അങ്ങനെ പാട്ടെഴുതാനായി തമ്പി സാർ ചെല്ലുന്നു. തമ്പി സാർ ചെല്ലുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോഴാണ് പത്മരാജൻ സാറ് പറയുന്നത്, തമ്പി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈ പാട്ടിൻ്റെ ഓൾറെഡി കുറേ സീനുകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കുറേ സീനുകൾ, ഈ പാട്ടിൽ ചേർക്കാൻ വേണ്ടിയുള്ള സീനുകളെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ആ സീൻ നോക്കി പാട്ടെഴുതണം. മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം അതിന് മുമ്പും ശേഷവും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സീൻ നോക്കി അതും തമ്പി സാറ് സമ്മതിക്കുന്നു. തമ്പി സാർ പറഞ്ഞാൽ എന്താ, അത് ഞാൻ എഴുതാം. നോക്കൂ, എത്ര ഗംഭീരനായ എഴുത്തുകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടായത്. മദ്രാസിലെ സ്റ്റുഡിയോയിൽ ഇത് പ്രിവ്യൂ ചെയ്യുന്നു, ഈ സീനുകളെല്ലാം ഇട്ട് കാണിക്കുന്നു. ഈ സീൻ ഓരോന്നും കണ്ടിട്ട് അദ്ദേഹം അതിനനുസരിച്ച് വരികൾ എഴുതുക. മോഹൻലാലും പാർവതിയും കൂടി വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന സീൻ വന്നപ്പോൾ അദ്ദേഹം എഴുതി, 1-ാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുംനാഥൻ്റെ മുൻപിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗം നീ ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. ഇങ്ങനെ പാട്ടിലെ സീനുകൾ നോക്കി അദ്ദേഹം എഴുതി. അതൊരു അസാമാന്യ എഴുത്താണ്. ആ പാട്ട് എന്നും ഓർമ്മിക്കുന്ന പാട്ടായി മാറി. അതിഗംഭീരമായ പാട്ട് മലയാളത്തിലെ പാട്ടായി. അതുപോലെ തന്നെ അതിലെ മറ്റേ പാട്ട്
മേഘം പൂത്തു തുടങ്ങി, അതിവിടെ പാടുന്നുണ്ട്. മേഘം പൂത്തു തുടങ്ങി. ആ പാട്ടൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പാട്ടാണ്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. അത് കുറച്ച് ഇറോട്ടിക്കായ ഒരു പാട്ടാണെന്ന് നിങ്ങൾക്കറിയാം, സീനുകളാണെന്നറിയാം. അതനുസരിച്ച് അദ്ദേഹം എഴുതി എന്നുള്ളതാണ് തമ്പി സാറ്. അതിൽ പുതുമണ്ണിൽ സ്വപ്നം പുൽക്കൊടികളായി ഉണരും, അവ പിന്നെ പൂക്കളങ്ങളാകും എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അത്തരമൊരു സന്ദർഭം. അവിടെ എന്താണ് ഭാവം എന്നുള്ളത് അത്തരത്തിലൊരു സന്ദർഭമാണ്. അതേസമയം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്നുള്ളത് ഒരു പ്രണയമാണ് മുഴുവൻ, മറ്റേതൊരു കാമമാണ് മുഴുവൻ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും ഈ സീൻ കണ്ടിട്ട് അദ്ദേഹം വാക്ക് മാറ്റി മാറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തമ്പി സാറിൻ്റെ ആ വലിപ്പം. അത്രയും ഗംഭീരമായിട്ടാണ് പാട്ടുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ആ പാട്ടിൻ്റെ ഭാവത്തിനനുസരിച്ചുള്ള വാക്കുകൾ കളക്ട് ചെയ്ത് അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എഴുതിയ പാട്ടാണ്, അതായത് സീൻ കണ്ടെഴുതിയ പാട്ട്. അത് ആ 2 പാട്ടും മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകളായി മാറി. അതിൽ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സുബ്രഹ്മണ്യനും ശ്രീരേഖയുമാണ് പാടുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. പാടുവതും രാഗം തേടുവതും രാഗമ ജീവനുമനുരാഗിയ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപിൽ പാടുവതും രാഗം തേടുവതും രാഗമ ദേവനുമനുരാഗിയ അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ മൗനങ്ങളാൽ കീർത്തനം എല്ലാം എല്ലാം അറിയും നീ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും അതിൻ്റെ മുമ്പിൽ പാടുവതും രാഗം തേടുവതും രാഗം ജീവനുമനുരാഗിയ
സമാഗമം ദേവനുമനുരാഗിയായി